Hi, I am Rojas Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. ഷിപ്പിംഗ് മേഖലയിലെ ഏറ്റവും മികച്ച കരിയർ ഓപ്ഷൻസ് നൽകുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാൻ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റികളുടെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ക്യാമ്പസുകളിലേക്ക്, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള എൻട്രൻസ് എക്സാമിനേഷനായ IMU CET 2024 ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് May 5 ആണ്. വെബ്സൈറ്റ് www.imu.edu.in എന്ന വെബ്സൈറ്റിലൂടെ വിശദമായ പ്രോസ്പെക്ടസും ഡീറ്റെയിൽസും മനസ്സിലാക്കാൻ സാധിക്കും. സെൻട്രൽ ഷിപ്പിംഗ് മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയായ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ തന്നെ 17 വിവിധ ക്യാമ്പസുകൾ നവി മുംബൈ, കൊച്ചി പോർട്ട്, കൊൽക്കത്ത, വിശാഖപട്ടണം, ചെന്നൈ ഉൾപ്പെടെ 17ഓളം മികച്ച ക്യാമ്പസുകളിലേക്കാണ്, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് ക്യാമ്പസുകളിലേക്കാണ് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള സ്ക്രീനിംഗ് ടെസ്റ്റിനാണ് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ കൃത്യമായി പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് June 8 രാവിലെ 11 മണി മുതൽ 2 മണി വരെയുള്ള എക്സാമിനേഷനാണ് വിദ്യാർത്ഥികൾ അറ്റൻഡ് ചെയ്യേണ്ടത്. കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, കൊച്ചി, പാലക്കാട് ഉൾപ്പെടെ 86ഓളം സെൻറ്ററുകളായിട്ടാണ് എൻട്രൻസ് എക്സാമിനേഷൻ June 8 നടക്കുന്നത്. ഈ എക്സാമിനേഷൻ വിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് 4 ഇയർ BTech കോഴ്സുകൾക്കും അതേപോലെ 3 ഇയർ ഡിപ്ലോമ കോഴ്സുകൾക്കും അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകൾക്കൊക്കെ അഡ്മിഷൻ നേടി പഠിക്കുകയും അതിനോടൊപ്പം ഏറ്റവും മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്ന ഷിപ്പിംഗ് മേഖലയിൽ ഒരു ജോലി സമ്പാദിക്കാനും സാധിക്കുന്നു. ഈ IMU CETയുടെ ക്യാമ്പസിലൂടെ UG പ്രോഗ്രാമുകളും PG പ്രോഗ്രാമുകളും ഡിപ്ലോമ PhD പ്രോഗ്രാമുകളൊക്കെ വിദ്യാർത്ഥികൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഇതിൽ UG പ്രോഗ്രാമിൽ 4 വർഷത്തെ BTech മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സ് ചെന്നൈ, കൊൽക്കത്ത, മുംബൈ പോർട്ട് കേന്ദ്രങ്ങളിലെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സാധിക്കും. ഇതിനോടൊപ്പം 4 ഇയർ BTech കോഴ്സായ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ്, നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്, ഈ കോഴ്സുകൾ വിശാഖപട്ടണത്തുള്ള ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാൻ സാധിക്കും. ഇതിനോടൊപ്പം നവി മുംബൈ, കൊച്ചി, ചെന്നൈ ഈ 3 ക്യാമ്പസുകളിൽ 3 ഇയർ BSc നോട്ടിക്കൽ സയൻസ് കോഴ്സുകൾക്കും അഡ്മിഷൻ നേടാം. ഇതിനോടൊപ്പം ഷിപ്പിംഗ് മേഖലയിൽ വരുന്ന വിവിധ കോഴ്സുകൾ, ആ കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട്. ഓരോ ക്യാമ്പസുകളിലും ഏതൊക്കെ കോഴ്സുകളുണ്ട്, UG കോഴ്സുകൾ ഏതൊക്കെയാണ്, ഡിപ്ലോമ കോഴ്സുകൾ ഏതൊക്കെയാണ്, ഇനി എൻട്രൻസ് ഇല്ലാതെ അഡ്മിഷൻ ലഭിക്കുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പ്രോസ്പെക്ടസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു മേഖല, ഷിപ്പിംഗ് മേഖല ഒരു കരിയർ ഓപ്ഷനായി തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും എഴുതേണ്ട എക്സാമിനേഷനാണ് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ CET എൻട്രൻസ് എക്സാമിനേഷൻ 2024. ഈ June 8 നടക്കുന്ന എക്സാമിനേഷൻ +1+2 സയൻസ് സ്ട്രീം എടുത്ത് പഠിച്ച വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു സാധ്യതയാണ് തുറന്നു നൽകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും കൃത്യമായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനും ഈ എൻട്രൻസ് എക്സാമിനേഷന് കൃത്യമായിട്ട് ഒരുങ്ങി എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത് ഇതിലൂടെ ഒരു മികച്ച ക്യാമ്പസിലേക്ക്, നമുക്കറിയാം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ വരുന്ന മറൈൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സുകളിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കാൻ പോലും ഈ IMU CETയുടെ മാർക്ക് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും ഒരു ഷിപ്പിംഗ് മേഖലയിലെ ക്യാമ്പസുകൾ, കോഴ്സുകൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായി May 5 മുമ്പായി IMU CETയുടെ വെബ്സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് June 8 നടക്കുന്ന IMU CET 2024 എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. എൻട്രൻസ് മേഖലയിലെ പുതിയൊരു അപ്ഡേറ്റ്സും ന്യൂസുമായി നമുക്ക് വീണ്ടും ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലൂടെ കാണാം. എൻട്രൻസ് എക്സാമിനേഷൻ മേഖലയിലെ പുതിയ അപ്ഡേറ്റ്സുകൾ കൃത്യമായി ലഭിക്കാൻ ഈ യൂട്യൂബ് ചാനൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതിനോടൊപ്പം നമ്മുടെ മുമ്പിലേക്ക് വരുന്ന എൻട്രൻസ് പരീക്ഷകൾ ഏതുമാവട്ടെ, ഇതിനൊക്കെ നാം പ്രിപ്പയർ ചെയ്യേണ്ടത് 11ലെയും 12ലെയും NCERT ടെക്സ്റ്റ് ബുക്കാണ്. +1+2 സിലബസിൻ്റെ പോർഷൻസിലെ ഡെപ്തിലുള്ള നോളജാണ്. ഇത് കൃത്യമായി പഠിക്കാൻ 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഒരു വിദ്യാർത്ഥി ശ്രദ്ധിക്കുക. +1+2 പഠനത്തോടൊപ്പം അത് നേടിയെടുക്കാൻ ഒരു വിദ്യാർത്ഥി ശ്രമിക്കുക. അവിടെ സാധിക്കുന്നില്ലെങ്കിൽ +2 ശേഷം 1 ഇയർ മാറ്റിവെച്ച് റിപ്പീറ്റർ ബാച്ചിലൂടെ പഠിച്ച് വിജയം നേടാൻ വിദ്യാർത്ഥികൾ ശ്രമിക്കുക. ഈ അവസരങ്ങളിലൊക്കെ വിദ്യാർത്ഥികളോടൊപ്പം ചേർന്ന് നിൽക്കാൻ, വിജയത്തിലേക്ക് അവരെ കൈപിടിച്ച് നടത്താൻ, ഏറ്റവും നല്ല ട്രെയിനിങ്ങുകൾ നൽകാൻ, ഏറ്റവും നല്ല പേഴ്സണൽ അറ്റൻഷനോടെ വിജയത്തിലേക്ക് അവരെ നയിക്കുവാൻ, എക്സാമിനേഷൻ സീരീസ്
പ്രാക്ടീസിലൂടെ അവരുടെ വിജയത്തെ ഉറപ്പിക്കുവാൻ ആൽഫ അക്കാഡമി ഇവരോടൊപ്പം കൂടെയുണ്ട്. വിവിധ കോഴ്സുകളെക്കുറിച്ചും പ്രോഗ്രാമുകളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാൻ ആൽഫയുടെ ക്യാമ്പസിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, നേരിട്ട് വരാം. നിങ്ങളോടൊപ്പം ആൽഫ അക്കാഡമി കൂടെയുണ്ട്. പുതിയ ന്യൂസും അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. ബെസ്റ്റ് വിഷസ്.